പുക ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപായ സ്പൈക്കറാണ്. ഇങ്ങനെ പുകയ്ക്കുകയാണ്, ഇങ്ങനെ പുകച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര പുക ഇങ്ങനെ അവിടെ കണ്ടതുണ്ട്. ഇപ്പം ഇങ്ങനെ മാറി 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 ഇതിങ്ങനെ പുകയ്ക്കുകയാണ്. ഇവരെല്ലാം ഇങ്ങനെ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഉച്ചമണിയായി, ഉച്ചയായി. ഇപ്പം 3:45 കഴിഞ്ഞു. കണ്ടില്ലയോ പുക? ഇത് കണ്ടോ പുക? ഇങ്ങനെ പുകച്ച് നമ്മുടെ ഇവിടെ എല്ലാം ഇങ്ങനെ പുകയാണ്. ഇത് ഒരു ദിവസമല്ല, ഇത് ദിവസവും ഇത് തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇത് ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പുകയാണ്. ഇതിങ്ങനെ മാറി 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 ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു നമ്മുടെ പെരയ്ക്കകത്തിരിക്കാൻ വയ്യാത്ത രീതിയിലാണ് പുക വരുന്നത്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. ഇങ്ങനെ പുകയ്ക്കുകയാണ്. ഇങ്ങനെ മാറി മാറി ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ പുകയ്ക്കുക. എന്നിട്ട് നമ്മുടെ പെരയ്ക്കകത്തോട് നമുക്ക് ഇരിക്കാൻ വയ്യാത്ത രീതിയിൽ ഇങ്ങനെ പുക ഇങ്ങനെ വരിക. കണ്ടില്ലയോ? ആ പുക വരുന്നത് കണ്ടില്ലയോ? വേണ്ടേ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സർവ്വസമയം ഇങ്ങനെ പുകയ്ക്കുക. എന്നിട്ട് അതങ്ങ് ദൂരെയാണ്. നമുക്ക് ഇരിക്കാൻ വയ്യാത്ത രീതിയിലാണ് പുക. നമ്മുടെ തലയിലോട്ടൊക്കെ ഇങ്ങനെ അടിക്കുകയാണ്. V2K മറ്റേതും മറിച്ചതുമൊക്കെ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ, നമ്മുടെ തലയുടെ പുറവശം ഇങ്ങനെ മരവിപ്പിച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ അടിച്ച് V2K അതും ഇതുമൊക്കെ അടിച്ചിങ്ങനെ മരവിപ്പിച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ രോഗമാണ്. നമ്മളെ എങ്ങനെയും കൊല്ലണം. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇവന്മാരുടെ കയ്യിലുണ്ട്. ഇവന്മാർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നമ്മളെ വെച്ച് കാണിക്കണം. നമ്മുടെ സ്വത്തും മുതലും ഒക്കെ പിടിച്ചു പറിക്കണം. എന്തൊക്കെയോ ഭയങ്കര വൻ കള്ളക്കൂട്ടങ്ങളാണ് ഇവന്മാർ. വൻ കള്ളത്തരത്തിൻ്റെ എന്തൊക്കെയോ വലിയ കള്ളങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് നടക്കാതെ വരുമ്പോഴാണ് ഇതിങ്ങനെ അടിക്കുന്നത്. നമ്മളെ റെഡിയാക്കണം, കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനെ അടിക്കുകയാണ് നമ്മുടെ കാലയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പൂരാടത്തിന് എന്താണ് എൻ്റെ നാട് പൂരാടമാണ്. പൂരാടത്തിന് അരയ്ക്ക് താഴോട്ടെന്തോ ഇതൊന്നും ഒക്കെ ഇങ്ങനെ ഓരോ ത്രെട്ട് വരുന്നതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആർക്കും ചെല്ലത്തില്ല. ഇങ്ങനെ പല പല രീതിയിലുള്ള ത്രെട്ടുകളാണ് നമുക്ക്. സർവ്വസമയം നമ്മളെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവ്വസമയം ഇങ്ങനെ ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവ്വസമയം വലിയൊരു ഇതായിട്ട് മാറിയിരിക്കുക. നമ്മളെ ഇങ്ങനെ ഈ നാട്ടിൽ കുറേ എണ്ണം ഇങ്ങനെ അങ്ങ് കൂടിയിരിക്കുക എനിക്കെതിരെ. ഇത് പണ്ടും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങ് കൂടി ഇരിക്കുകയാണ്. ഇവരെയൊന്നും നമ്മൾ വീട്ടിലേ പോകുന്നില്ല. എൻ്റെ ഈ 17 സെൻറ്റ് എനിക്ക് നടക്കാനും ഇരിക്കാനും എല്ലാം ഉണ്ട്. നമുക്ക് കണ്ടിടം ഒന്നും എൻ്റെ വീട്ടും എൻ്റെ ഈ പുറകിൽ കിടക്കുന്ന എൻ്റെ വീട് നിൽക്കുന്ന 9 സെൻറ്റും എൻ്റെ ഇത് 17 സെൻറ്റുമാണ്. എനിക്ക് പിന്നെ അല്ലാതെ 35 വീതം രണ്ടിടത്തും ഒരു 52 സെൻറ്റും സ്ഥലവും കിടപ്പുണ്ട്. നമുക്ക് എങ്ങും ആരുടെയും അതിനകത്ത് ഒന്നും പോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് അതുകൊണ്ട് അവൻ്റെയും വീട്ടിലോ ഒന്നും നമ്മൾ പോകാറില്ല. ഇങ്ങനെ നമ്മളെ അങ്ങ് പീഡിപ്പിക്കുകയാണ്. ഇങ്ങനെ പല പല രീതിയിൽ കുറേ എണ്ണം അങ്ങ് ഒത്തുകൂടുവാണ് കുറേ. അപ്പോൾ ഇതിന് ഒത്തുകൂടുന്നതിനെല്ലാം നമുക്ക് തെളിവുണ്ട്. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ, രമേശൻ എന്ന് പറയുന്നവൻ്റെ പേരും അവൻ്റെയൊക്കെ പേരിങ്ങനെ പറയുന്നതെല്ലാം തെളിവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എത്ര പേര് ആണ് നമുക്കെതിരെ എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഒത്തിരി പേര്, അതുപോലെ പാർവതി എന്ന് പറയുന്ന ഇത് പറഞ്ഞു എൻ്റെ യൂട്യൂബിൽ കിടക്കുന്നത് അങ്ങ് എടുത്തിട്ടങ്ങ് ഷെയർ ചെയ്യുവാണെന്ന്. ഇവളും തുമ്പി എന്ന് പറയുന്നവളും കാടാമ്പുഴക്കാരി ഈ സുബ്രഹ്മണ്യൻ്റെ മോളും അവിടെ കാടാമ്പുഴ ഇരുന്നിട്ട് അവൾക്ക് ഭയങ്കര കൃമികടിയാണെന്ന്. അവൾക്ക് തീരാത്ത കടിയാണ്, കൃമികടി അവൾക്ക്. ഇവിടുത്തെ ഞാൻ ഇവിടെ കിടക്കുന്ന അവിടെ കിടക്കുന്ന അവൾക്ക് എന്നെ കൃമികടി. നമ്മൾ അവിടെ വീട്ടിലോ അവിടെ എടുക്കുക ഒന്നും പോകുന്നില്ല. അവൾക്ക് അവിടെ കിടന്നുകൊണ്ട് അങ്ങ് കൃമികടിക്കുക എന്നോട്. എന്താ ഇതിനകത്ത് ഉൾക്കള്ളി നമുക്കൊന്ന് മനസ്സിലാവണം. എന്തായാലും അത്രയ്ക്ക് വലിയ രോഗം ഇവർക്കൊക്കെ രോഗം. ഇപ്പം നാട്ടുകാരിപ്പം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ സോമരാജൻ ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ഞാൻ എക്സാമ്പിൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ എന്താണ് അതിൻ്റെ പേര്, നമ്മുടെ ഈ നമ്മൾ അവിടെ ഒരിടത്ത് പോയി ചെട്ടികുളങ്ങര കണ്ടില്ലേ പോകാം. ചെട്ടികുളങ്ങര അമ്പലത്തിലെ പോയിരുന്ന കണ്ടില്ലേ? കണ്ടോ ഇപ്പം കാണാമല്ലോ. ചെട്ടികുളങ്ങര അമ്പലത്തിലെ
കുംഭഭരണിയുടെ ദിവസത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ഇതിപ്പം ഉച്ച 3:15 കഴിഞ്ഞ് ഇപ്പം 3:20 3:15 എന്തായാലും കഴിഞ്ഞു. ഇത് രാവിലെ മുതൽ നമ്മൾ ഇടുകയാണിത്. ഇതിങ്ങനെ ഒരു ഇടതടവില്ലാതെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ഇത്ര വലിയ പുകയ്ക്കുന്നത് നമുക്കൊന്നും അറിയണ്ട. ഇടതടവില്ലാതെ ഇങ്ങനെ പുകച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ പെരയ്ക്കകത്തോട്ട് ഇതടിക്കുക. നമ്മുടെ എന്താ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഈ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുക. നമ്മളെ പല രീതിയിലാണ് ഇവന്മാർ നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ നോക്കുന്നത്. ഇവളുമാരാണ് ഇതിൻ്റെയൊക്കെ ഈ സോമരാജനും ഇതും പിന്നെ കുറേ ഈ രാജമ്മയൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വൻ കള്ളിയാണ് അവളിപ്പം ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിപ്പ്. അവൾ നമ്പർ 1 ഫ്രോഡാണ് ഈ രാജമ്മ എന്ന് പറയുന്നവൾ. അവൾ എന്നെ പല രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. അവൾ പലരെക്കുറിച്ചും ഈ പെത്തിടീൻ അഡിക്റ്റും അതിൽ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുള്ള കഥ ഉണ്ടാക്കുന്നവളാണ് അവളുടെ രണ്ടാമത്തെ ഭർത്താവായ തങ്കപ്പൻ എന്ന് പറയുന്ന പൊടിയൻ ചിറ്റപ്പൻ ഒരു പാമ്പിടിച്ച മനുഷ്യനാണ്. അങ്ങേറെ ഇളയ ആളിൻ്റെ മോനെക്കുറിച്ച് പെത്തിടീൻ അഡിക്റ്റാണ്, മറ്റേ അഡിക്റ്റാണ്. കണ്ടല്ലോ നിങ്ങൾ പോകാം. ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടോ ഇങ്ങനെ പുക കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പുകച്ചിങ്ങനെ വിടുക. ഇത് രാവിലെ മുതൽ തുടങ്ങിയ പുകയാണ്. അവിടെ ഇവിടെ എല്ലാം മാറി ഇപ്പം നമ്മളിത് കാണിക്കുന്ന അനുസരിച്ച് ഇവളുമാർ സ്ഥലം മാറുന്നുണ്ട്. ഇതിങ്ങനെ സ്ഥലം മാറിയാലും ഇങ്ങനെ തീ ഇപ്പം നമ്മളിപ്പം തീ കത്തിക്കുന്നതെന്ന് വിചാരിച്ചു. തീ കത്തിച്ചാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര വലിയ കരിയില കൂട്ടിയിട്ടാലും തീ കത്തിപ്പോവും. ഇതിങ്ങനെ രാപ്പകൽ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ പുകയ്ക്കണമെങ്കിൽ ഇങ്ങനെ പുകയ്ക്കുന്ന പരിപാടികളൊക്കെ ഞാൻ ഇതിന് മുന്നേ സോമരാജൻ ഇങ്ങനെ പുകയ്ക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെല്ലാം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ ഈ രാജമ്മ എന്ന് പറയുന്ന പൊടിയൻ ചിറ്റപ്പൻ്റെ അനിയനായ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ മൂത്ത മകനായ ഷിക്കുലാൽ എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് പെത്തിടീൻ അഡിക്റ്റാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി കഥകളൊക്കെ ഇതുപോലെ ഇതാക്കി. അതുപോലെ പൊടിയൻ ചിറ്റപ്പനെക്കുറിച്ചും ഇതുപോലെ പൊടിയൻ ചിറ്റപ്പൻ കണ്ട പെണ്ണുങ്ങളുടെ കൂടാണ്, ആൾ ജോലിക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ കൂടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ വെറും കൊച്ചാണ് അന്ന് വരെ ഇത് നമ്മളോട് പറയുന്ന ഒരു രീതിക്കാരിയായിരുന്നു അവരുടെ കൂടെ നിന്നവർ ഒത്തിരി പേരെ ഇവർ ശരിയാക്കിയിട്ടുണ്ട്. ഒരു വിനോദിനി എന്നൊക്കെ പറയുന്ന വെറും 10-25 വയസ്സേ ഉള്ളായിരുന്നു. നിൽക്കുന്ന നിപ്പിൽ ആ കൊച്ചിനെ ഇതുപോലെ തലയ്ക്കേതാണ്ട് ചെയ്തതാണ്. അത് താഴെ വീണ് കിടപ്പായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് പിന്നെ അതിനെ മരിച്ചാണ് കൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവളെ ചുറ്റും. പിന്നെ ഒരു പെണ്ണിനെ ദത്തെടുത്ത് അതിനടുത്തതുപോലെ ഹരികൃഷ്ണൻ്റെ പെങ്ങളായിട്ടോ ഏതാണ്ട് ഒരുത്തി. എന്നിട്ട് ആ കൊച്ചിനെ എയ്ഡ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ആണുങ്ങളുടെ കൂടെ ഒക്കെ പോയി അവൾക്ക് എയ്ഡ്സ് ആണെന്നൊക്കെ പറഞ്ഞ് വരുത്തി. ഇങ്ങനെ പല വേലകളാണ് ഇവളുടെ കയ്യിലുള്ളത്. ആ പാവം പിടിച്ച കൊച്ചിനെയും കൊന്നു കാണും ഇവളുടെ. അതുപോലെ കഷായം വിൽപ്പന ഉണ്ടായിരുന്നു. അതിനകത്ത് ഡയസപ്പാം എന്ന് പറയുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കലക്കിയായിരുന്നു ആൾക്കാർക്ക് കൊടുക്കുന്നത്. അവസാനം ഈ മെഡിക്കൽ സ്റ്റോറുകാർ പറഞ്ഞ് മേലെ ഇനി ഇങ്ങോട്ട് പറഞ്ഞേക്കരുത്, ഞങ്ങളിത് തരത്തില്ലെന്ന്. ഇങ്ങനെ പല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ ഡയസപ്പാം വാങ്ങിച്ച് കലക്കി കൂന്നുകല്ലെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കഷായക്കട, അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു.